സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, നമസ്കാരം. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത കാര്യങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഭാഷാ പ്രയോഗത്തിൽ ശൈലീപരമായ വീഴ്ചകൾ, ഉച്ചാരണത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ, വാക്കുകളുടെ പ്രയോഗത്തിലെ ന്യൂനതകൾ, ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഒരു പത്രത്തിൽ കണ്ടൊരു വാർത്തയാണ്. മജിസ്ട്രേറ്റ് കുറ്റം ചെയ്തതിന് പ്രതിയെ ശിക്ഷിച്ചു. ഇവിടെ പ്രതി എന്തോ കുറ്റം ചെയ്തിട്ടുണ്ട്, വിചാരണ മജിസ്ട്രേറ്റ് മുന്നിലാണ് നടക്കുന്നതെന്ന് നമുക്കറിയാം, വിധി ഉണ്ടാകുമെന്നും നമുക്കറിയാം. അത് പത്രക്കാരൻ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു, റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. മജിസ്ട്രേറ്റ് കുറ്റം ചെയ്തതിന് പ്രതിയെ ശിക്ഷിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, മജിസ്ട്രേറ്റ് കുറ്റം ചെയ്തതിന് പ്രതിയെ എന്തിനു ശിക്ഷിക്കണം? മജിസ്ട്രേറ്റ് കുറ്റം ചെയ്തതിന് പ്രതിയെ ശിക്ഷിച്ചു എന്നല്ല പറയേണ്ടത്. കുറ്റം ചെയ്തതിന് പ്രതിയെ മജിസ്ട്രേറ്റ് ശിക്ഷിച്ചെന്നോ, കുറ്റം ചെയ്തതിന് മജിസ്ട്രേറ്റ് പ്രതിയെ ശിക്ഷിച്ചെന്നോ അതിൻ്റെ വാക്യപൊരുത്തം നമ്മൾ കണ്ടെത്തിക്കൊള്ളണം. അല്ലാതെ മജിസ്ട്രേറ്റ് കുറ്റം ചെയ്തതിന് പ്രതിയെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ അന്യായമായി പോവുകയേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണോ എന്ന് എനിക്ക് ഓർക്കുന്നില്ല, എങ്കിലും ഒന്നുകൂടി അതൊരാവർത്തനമാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് യോഗങ്ങൾ, മീറ്റിങ്ങുകൾ. ഇപ്പം ധാരാളം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനുള്ള അവസരം കൈവന്നിട്ടുണ്ട്. ചില മീറ്റിങ്ങുകളിലൊക്കെ ആധ്യക്ഷ്യം വഹിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്, ഉദ്ഘാടനം ചെയ്യാൻ അവസരമുണ്ടായിട്ടുണ്ട്, വെറും പ്രസംഗകനായി പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു വെളിച്ചത്തിൽ ചെറിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ സഹൃദയരായ ആളുകളുടെ മുന്നിൽ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും സ്വാഗത പ്രസംഗകൻ്റെ കാര്യം തൊട്ട് നമുക്ക് തുടങ്ങാം. പ്രസംഗകൻ എന്ന കൃത്യമായ വാക്കിന് പകരം മിക്കവരും പ്രാസംഗികൻ എന്നേ പറയത്തുള്ളൂ. പ്രാസംഗികമായ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കു പറഞ്ഞാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെടാതെ സന്ദർഭവശാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്നുള്ളൊരർത്ഥമാണ്. അപ്പോൾ പ്രാസംഗികൻ എന്നുള്ള വാക്കിനേക്കാൾ പ്രസംഗകൻ എന്ന് പറയുന്നതാണ് ഉചിതം. അതെന്നും ആയിക്കൊള്ളട്ടെ. അപ്പോൾ സ്വാഗത പ്രസംഗകൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു എന്നാണ് പറഞ്ഞു നിർത്തുന്നത്. ഹാർദവം എന്ന് പറയേണ്ട ഒരാവശ്യവുമില്ല. ഹാർദമായി, നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കണം. ഹാർദമായി സ്വാഗതം ചെയ്യുന്നു, ഹൃദ്യമായി, മനസ്സിൽ തൊടുന്ന രീതിയിൽ എന്ന അർത്ഥം അവിടെ വന്നു കഴിഞ്ഞു. ഈ ഹാർദവം എന്ന് പറയുന്നത് എന്തിനാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുകയാണെന്ന് നിങ്ങൾ കരുതരുത്. ഒരു അല്പം രസം ചേർത്താണെങ്കിലും അതിൻ്റെ അകത്തുള്ള പൊരുൾ നിങ്ങൾ തിരിച്ചറിയണമെന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. അപ്പം നമുക്ക് ഹാർദം മതി, ഹാർദമായി സ്വാഗതം ചെയ്യുന്നു, അത് മതി. ഇനി അധ്യക്ഷത വഹിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി അധ്യക്ഷത വഹിക്കുന്നതാണ്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി ആധ്യക്ഷ്യം വഹിക്കുന്നതാണെന്ന് പറയണം. അധ്യക്ഷമല്ല, ആധ്യക്ഷവുമല്ല, ആധ്യക്ഷ്യം എന്ന് തന്നെ പറയണം. അതിന് മിക്കവരും പറയുന്നത് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത്. അധ്യക്ഷം വഹിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ അർത്ഥം തന്നെ വ്യക്തമാവുന്നില്ല. അധ്യക്ഷൻ ഇനി വല്ലതും വഹിച്ചുകൊണ്ട് നിൽക്കുകയാണോ അല്ലേ എന്താണെന്ന്? എന്തായാലും ഒന്നുകിൽ അധ്യക്ഷത വഹിക്കണം, അല്ലെങ്കിൽ ആധ്യക്ഷ്യം വഹിക്കണം. അത് ഒന്ന് ശ്രദ്ധിച്ചാലും നന്നായിരുന്നു.
പിന്നെ മിക്ക നോട്ടീസുകളിൽ നമ്മൾ മാന്യരെ എന്നാണ് എഴുതുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. മാന്യരേ അഭിസംബോധനയാണ്. മാന്യരേ നീട്ടി തന്നെ എഴുതണം. സുഹൃത്തേ എന്ന് വിളിക്കുകയാണ് നമ്മൾ. അല്ല സുഹൃത്തെ എന്ന് എഴുതിയിട്ടൊരു കോമ ഇടുന്ന നോട്ടീസുകൾ കണ്ടിട്ടുണ്ട്. തെറ്റാണത്. മാന്യരേ, സുഹൃത്തേ. ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു അനുഭവം കൂടി പറയാമെന്ന് കരുതുന്നത്. ഒരിക്കൽ ബോർഡിൽ ഞാൻ രക്ഷാകർത്താവ്, രക്ഷ എഴുതിയിട്ടിങ്ങനെ ദീർഘമിട്ട് രക്ഷാകർത്താവ് എന്ന് എഴുതി കൊടുത്തു വിട്ടു. കുട്ടി അങ്ങനെ എഴുതിക്കൊണ്ട് വന്നു. അതിലൊരു രക്ഷാകർത്താവ് പിന്നീട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, സാർ കുട്ടി തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്, രക്ഷകർത്താവ് എന്ന് എഴുതാനുള്ളതിന് രക്ഷാകർത്താവ് എന്നൊക്കെ എഴുതിക്കൊണ്ട് വന്നു. ഞാൻ അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞില്ല. അദ്ദേഹം ശീലിച്ചതും പറഞ്ഞതും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞു പോയതാകാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രക്ഷാകർത്താവ് എന്ന് തന്നെയാണ്. നീട്ട് രക്ഷകർത്താവല്ല. ഇനി ഈ യോഗം നമ്മൾ പറഞ്ഞു വന്ന ചടങ്ങ്, മീറ്റിംഗ്, യോഗം ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. അവസാനം കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ഒരു നന്ദി എന്നുള്ള നല്ല മനോഹരമായൊരു വാക്കുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും കൃതജ്ഞത എന്ന് അത് പ്രയോഗിച്ചില്ലെങ്കിൽ നമുക്കൊരു സന്തോഷം വരുന്നില്ല. പക്ഷെ അപകടം നിറഞ്ഞൊരു വാക്ക് അതിൻ്റെ അടുത്ത് ഒളിച്ചിരിപ്പുണ്ട്, കൃതജ്ഞത. അത് ജ്ഞത എന്നുള്ള ജ്ഞതാന്നായി പോയാൽ കൃതജ്ഞൻ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവൻ, കൃതജ്ഞൻ എന്ന് പറഞ്ഞാൽ നന്ദി കെട്ടവൻ എന്നാണ്. അപ്പം കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് പകരം കൃതജ്ഞത രേഖപ്പെടുത്തി പോയാൽ നന്ദിയേട് രേഖപ്പെടുത്തി പോകും. ഇനി അവിടെയും തീർന്നില്ല. ഈ യോഗങ്ങളിലൊക്കെയുള്ളൊരു പ്രശ്നം, അവസാനം വരുന്ന നമ്മുടെ പ്രിയ സഹോദരൻ കൃതജ്ഞത രേഖപ്പെടുത്തിയേ അടങ്ങൂ. രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനൊരു രേഖയുണ്ടാവണം. ഒന്നുകിൽ അത് അവിടെ എഴുതി വെക്കണം, അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡറിൽ കാണാം അത് ശബ്ദലേഖനം ചെയ്യപ്പെട്ട് വയ്ക്കണം. മൈക്കിൽ കൂടെ ആളുകളോട് സംസാരിക്കുമ്പോൾ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്താണ്, സാങ്കത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രേഖപ്പെടുത്തൽ എന്ന പ്രക്രിയ അവിടെ നടക്കുന്നതേ ഇല്ല. അവിടെ അത് അറിയിക്കുകയാണ്, കൃതജ്ഞത അറിയിക്കുന്നു, അല്ലെങ്കിൽ നന്ദി അറിയിക്കുന്നു, അല്ലെ നന്ദി പറയുന്നു, അത്രമാത്രം മതി. ഇപ്പം പല വാക്കുകളും നമ്മൾ പറഞ്ഞു പഴകി അത് നമ്മുടെ ഒരു വാമൊഴി വഴക്കമെന്നോ ഒക്കെ പറയുന്ന രീതിയിൽ അങ്ങനെ അങ്ങ് ആക്കി അങ്ങ് എടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പലരുടെയും മനസ്സിലുണ്ടാകുന്നൊരു ചോദ്യം, പിന്നെ ഇതൊക്കെ നോക്കിയല്ലേ ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത്, പറയാനുള്ള വിഷയങ്ങൾ പറയുന്നതിനിടയ്ക്ക് ഇതൊക്കെ ആര് നോക്കുന്നു? നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. പക്ഷേ ഇത് ഒരു PSC പരീക്ഷയ്ക്ക് ഒരു കുട്ടി പോകുമ്പോൾ ഇതുപോലുള്ള 5 ചോദ്യം അധികം കാണും. മത്സര പരീക്ഷകൾക്ക് പോകുന്നിടത്ത് ഇതുപോലുള്ള 10 ചോദ്യം അവിടെ ഉണ്ടാവും. ചിലപ്പോൾ അവരുടെ ഭാവി നിർണ്ണയിക്കുന്ന കാര്യമായിരിക്കും. ഇപ്പം പെട്ടെന്ന് എന്ന് പലരും പറയുന്നുണ്ട്. പെട്ടെന്ന് എന്നല്ല, പെട്ടെന്ന്, ഇങ്ങനെ പുള്ളിയോട് ഇടണം. പെട്ടെന്ന് എന്ന് തന്നെ കൃത്യമായി എഴുതണം, പെട്ടെന്ന് എന്നല്ല. അപ്പോൾ വീഡിയോ അധികം ആകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇത്തരത്തിൽ രസപ്രദമായ കാര്യങ്ങളുമായി ഇനിയും നമുക്ക് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ, പൊതുവേ പറയുന്ന ഒരു കാര്യം ഞാനും പറഞ്ഞു കൊള്ളട്ടെ, നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. മോഹൻദാസ്.